ഹായ് ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു ഈസി സ്നാക്സാണ്. ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അതിനായിട്ട് ഞാൻ 3 മുട്ട ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 കൊച്ചുള്ളി, ചെറുതായതുകൊണ്ടാണ് 15 എടുത്തത്. പിന്നെ സവാള എടുക്കരുത്, സവാള എടുത്താൽ മധുരമായിപ്പോവും. പിന്നെ തക്കാളിയുടെ ഒരു ചെറിയ പീസ് തക്കാളി, ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ സ്പൂണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്ത് മസാല റെഡിയാക്കാം. ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് മസാല നമുക്ക് റെഡിയാക്കിയെടുക്കാം. പാൻ ചൂടായി നമുക്കിനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ പച്ച മണമൊന്ന് മാറ്റിയിടും. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. നല്ലൊരു പച്ച മണമൊന്ന് മാറ്റിയെടുക്കാം. ഇത്തിരി ഒന്ന് ആക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് കൊച്ചുള്ളി ഇടാം. ഞാനിത് മുട്ട 3 എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചെടുത്തേക്കുന്നത്. നിങ്ങൾ എത്ര എടുക്കുന്നോ അതനുസരിച്ച് കൊച്ചുള്ളി എടുക്കാം കേട്ടോ. എങ്കിലേ അത് നമുക്ക് മുട്ടയ്ക്കകത്ത് ഫില്ല് ചെയ്യാനുള്ള മസാല. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ട അനുസരിച്ച് നമ്മൾ മസാല തോനെ ആക്കിയെടുക്കണം. നമുക്ക് വഴറ്റിയെടുക്കാം. ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിടാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ടാലേ നമുക്ക് ആ ഫില്ലിങ് കറക്റ്റ് ആകത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് മുട്ടയിലൊരു ഉള്ളി നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള എല്ലാം വഴറ്റിയിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ 1-2 തുള്ളി വിനാഗിരി ചേർക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം. വഴറ്റി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ്. കുറച്ച് കാശ്മീരി ചില്ലി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, നുള്ളു മതി. അത് ഒരു ഇച്ചിരി ഗരം മസാല. ഇനി നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ടേക്കണേ. ഈ സമയത്ത് മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കണം. എൻ്റെ ഈ മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി കറിവേപ്പിലയാണ് ഇടുന്നത്. നമ്മുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോഴത്തേനും ഇത് റെഡിയാവും. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ നേരത്തെ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട രണ്ടായിട്ട് കീറി പൊളന്ന് പോകരുത്, വിണ്ട് പോകാത്ത രീതിയിൽ വെച്ചിട്ട് നമുക്കിത് അതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ടയെ രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വിണ്ട് പോവല്ലേ, വെള്ളിലോട്ട് പോരുത്. ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ നിൽക്കണം, ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമുക്ക് ഈ ഫില്ലിങ് ഇതിനകത്ത് വെക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മസാല ഇതിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കാം. നല്ലതുപോലെ അകത്തോട്ട് കയറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ട കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് നമുക്കത് ഉപയോഗിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.